ഭൂരിപക്ഷത്തിലാണ് പ്രാവശ്യം മണ്ഡലം പിടിക്കുക. അല്ല നമുക്ക് ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏറ്റവും നല്ല ഒരു പ്രതീക്ഷയാണ് കോട്ടക്കൽ നിയോജക മണ്ഡലത്തിൽ എന്നുള്ളത്. ജനാധിപത്യ മുന്നണിയുടെ എല്ലാ നേതാക്കന്മാരും നമ്മുടെ കൂടെയുണ്ട്, മണ്ഡലം പഞ്ചായത്ത് നേതാക്കന്മാരൊക്കെയുണ്ട്. ഒരു നല്ല വലിയ ഭൂരിപക്ഷത്തിന് ജയിക്കും എന്ന് തന്നെയാണ് അവരുടെയൊക്കെ കണക്ക് കൂട്ടൽ. പ്രത്യേകിച്ച് ജനാധിപത്യ മുന്നണിക്ക് ഏറ്റവും ശക്തിയുള്ള ഒരു മണ്ഡലം, അതിലേറെ അതോടൊപ്പം തന്നെ ജനങ്ങൾക്ക് ഈ ഇടതുപക്ഷത്തിനോടുള്ള വലിയ ഒരു പ്രതിഷേധം, ഇടതുപക്ഷത്തിൻ്റെ തെറ്റായ നയങ്ങൾക്കെതിരെയുള്ള പ്രതിഷേധം, ഇതൊക്കെ വോട്ടായി മാറും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് ഏറ്റവും നല്ല ഒരു ഭൂരിപക്ഷത്തോടു കൂടി വിജയിപ്പിക്കാൻ സാധിക്കുമെന്ന ഉറച്ച വിശ്വാസമാണ് ജനാധിപത്യ മുന്നണിയുടെ നേതാക്കന്മാർക്കുള്ളത്, എനിക്കുമുള്ളത്. അല്ല, അത് തീർച്ചയായും നമ്മൾ ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ആദ്യത്തെ പ്രാവശ്യം നമ്മൾ ഈ കോട്ടക്കലിലെ ജനങ്ങളോട് ഞങ്ങൾ 16-ൽ ഞങ്ങൾ പറഞ്ഞിരുന്നു. അന്ന് ആദ്യം വരുന്നൊരു സമയത്താണ് കോട്ടക്കലിലെ ജനങ്ങളെ സംരക്ഷിക്കാൻ ഏതുപോലെ ഒരു തള്ളക്കോഴി തൻ്റെ കുഞ്ഞുങ്ങളെ പരുന്തിന് രക്ഷിക്കുന്ന, ശത്രുക്കളെ രക്ഷിക്കുന്ന രംഗമുണ്ട്. അതുപോലെ കോട്ടക്കലിലെ ജനങ്ങളെ സംരക്ഷിക്കാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാകും എന്ന് ഞാൻ അന്ന് പറഞ്ഞിരുന്നു. രണ്ടാമത്തെ ഒരു ടേമിൽ വളരെ വ്യക്തമായും എനിക്ക് ഒരു വോട്ട് ചെയ്താൽ, അല്ലെങ്കിൽ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി എന്നുള്ള നിലയ്ക്ക് ഒരു വോട്ട് ചെയ്തതുകൊണ്ട് കോട്ടക്കലിലെ ജനങ്ങൾക്ക് മറ്റൊരാളുടെ മുമ്പിലും തലകുനിച്ച് അപമാനിതനാകേണ്ടി വരില്ല എന്ന് ഞാനന്ന് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അത് ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു. മൂന്നാമത് ഇപ്പം ഞാൻ പറയുന്നു, ഈ ചുരുങ്ങിയ ദിവസം കഴിഞ്ഞ 15 ദിവസമായി ഞാനത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ വരാനിരിക്കുന്ന ചുരുങ്ങിയ ദിവസം കോട്ടക്കലിലെ ജനങ്ങളും ജനാധിപത്യ വിശ്വാസികളും മുഴുവൻ എനിക്ക് വേണ്ടിയാണ്, അല്ലെങ്കിൽ ജനാധിപത്യ മുന്നണി പ്രസ്ഥാനത്തിന് വേണ്ടിയാണ്, ഒരു ഭരണമാറ്റത്തിന് വേണ്ടിയാണ് ഈ പ്രവർത്തനവും പണിയുമൊക്കെ എടുക്കുന്നത്. അങ്ങനെ ഒരു പണിയെടുക്കുന്നതിൻ്റെ ഭാഗമായി വരാനിരിക്കുന്ന ഒരു 5 വർഷക്കാലം നിങ്ങൾ ഈ 10 ദിവസത്തെയോ 15 ദിവസത്തെയോ ഇനി വരാനിരിക്കുന്ന 7 ദിവസത്തെയോ ബാക്കി വരുന്ന ഈ പ്രവർത്തനത്തിന് നിങ്ങൾക്ക് വേണ്ടി പണിയെടുക്കാൻ വരുന്ന 5 കൊല്ലവും ഈ നിയോജക മണ്ഡലത്തിൽ ജനങ്ങൾക്ക് വേണ്ടി പണിയെടുക്കുവാൻ ഞാനിവിടെ ഉണ്ടാകും എന്ന് ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ട്.